ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്നു, ബാലയുടെ കൈ പിടിച്ചു, ബാല എഴുന്നേറ്റു. യേശു പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്ന് പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈ പിടിച്ചു, ബാല എഴുന്നേറ്റു. സർവ മാനവരാശിയും പാപത്തിൻ്റെ അധീനതയിലാണ്. മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നു, നിത്യനരകത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു. യേശുക്രിസ്തു പുനരുത്ഥാനവും ജീവനുമാകുന്നു. അവനിലുള്ള വിശ്വാസത്താൽ നിങ്ങളും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.